കണ്ണൂർ മാർക്കറ്റിൽ നിന്ന് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നു. കോർപ്പറേഷൻ അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒഴിപ്പിക്കൽ. വിവരങ്ങളുമായി നിഖിലാണ് ചേരുന്നത്. നിഖിൽ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടന്നത്? നഗരത്തിലെ റോഡുകൾ, അതായത് മാർക്കറ്റിനകത്തെ റോഡുകളുടെ ഇരുവശവും ഇത്തരത്തിൽ വഴിയോര കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. അത് ഇത്തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്നു, റോഡ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴേതായാലും കോർപ്പറേഷന്റെ ഹെൽത്ത് വിഭാഗം ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കോർപ്പറേഷൻ കൗൺസിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടിയിലേക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ ഉള്ളവരുടെ നേതൃത്വത്തിൽ കടന്നിരിക്കുന്നത്. ഈ വഴിയോര കച്ചവടക്കാർ, അതായത് ഉന്തുവണ്ടികളിലും മറ്റും പച്ചക്കറിയും പഴങ്ങളും ഒക്കെ വിൽപ്പന നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ റോഡിന് ചേർന്നുള്ള ഈ ഫുട്പാത്തുകളിൽ കച്ചവടം നടത്തുന്ന നിരവധി പേരുണ്ട്. അതായത് കടകൾ ഉണ്ടെങ്കിൽ പോലും ആ കടകളിലുള്ള സാധനങ്ങൾ ഫുട്പാത്തിലേക്ക് കയറ്റി വെച്ച് അങ്ങനെ വിൽപ്പന നടത്തുന്നവരുണ്ട്. അവരോടും കൂടി ഇപ്പോൾ ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ചേട്ടനുണ്ട്. ഇപ്പോൾ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഇവിടുത്തെ മാറ്റണമെന്നാണ് പറയുന്നത്. എന്താ കാരണം? എന്താ പറഞ്ഞത്? കാരണം ബ്ലോക്ക് ആകുന്ന പിടിക്കുന്നല്ല പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് മാറാൻ തന്നെയാണ് പോകുന്നത്. ഇപ്പം എന്താ ചെയ്യുക? ഇത്തരത്തിൽ നിരവധി കച്ചവടക്കാർ ഇവിടെ ഈ മാർക്കറ്റിനകത്തെ ഈ റോഡരികിൽ ഇത്തരത്തിൽ ഉന്തുവണ്ടികളിൽ വെച്ച് പഴവും പച്ചക്കറിയും ഒക്കെ വിൽപ്പന നടത്തുന്ന ആളുകളുണ്ട്. അവരോടൊക്കെയും മാറാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വാഹനങ്ങൾ, അവരുടെ വണ്ടികളും ഒപ്പം തന്നെ ഈ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളും ഒക്കെ ഇവിടെ നിന്ന് മാറ്റണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ മാറ്റാൻ തയ്യാറാകാത്ത പക്ഷം കോർപ്പറേഷൻ അതിനുള്ള സംവിധാനങ്ങളൊക്കെ വാഹനങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഈ സാധനങ്ങൾ ഉൾപ്പെടെ എടുത്ത് കൊണ്ടുപോകും എന്നതാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ ഈ കച്ചവടക്കാരെല്ലാം തന്നെ ഇവരുടെ നിർദ്ദേശം പാലിച്ച് ഇവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പമാണ് ഇവിടെ കടകളുള്ള ആളുകളോട് ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടങ്ങൾ അത് ഒഴിവാക്കണം എന്ന് പറയുന്നത്. കണ്ണൂർ മാർക്കറ്റിനകത്ത് ഉള്ളൊരു പ്രശ്നം ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങൾ കാണാം. കട അവിടെ ഉണ്ട്, അതിനുശേഷം ഈ ഫുട്പാത്തിൽ മുഴുവനായും ഇവരുടെ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചതാണ്. ആ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾക്ക് ഈ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വാഹന ഗതാഗതം ഉൾപ്പെടെ ഈ മാർക്കറ്റിനകത്തെ റോഡുകളിലൊന്നും സാധ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് കോർപ്പറേഷൻ ഇപ്പോൾ കൗൺസിൽ യോഗത്തിന്റെ തീരുമാനപ്രകാരം ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ കടകളുടെ മുന്നിലുള്ള സാധനങ്ങളെല്ലാം തന്നെ മാറ്റാൻ നിർദ്ദേശം നൽകുന്നു. ഒപ്പം ഉന്തുവണ്ടികളിലും മറ്റും കച്ചവടം നടത്തുന്ന ആളുകളോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുകൂടി ഇപ്പോൾ ഈ കോർപ്പറേഷൻ അധികൃതർ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സാഹചര്യമുണ്ടോ? കാരണം പെട്ടെന്നൊരു ദിവസം ഇത്തരത്തിൽ ഇങ്ങനെ ആ കടയെ ഒഴിയണമെന്നൊക്കെ പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയല്ലേ? നിലവിൽ അത്തരത്തിൽ പ്രതിഷേധത്തിലേക്കൊന്നും കടന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു പ്രതിഷേധിക്കാനുള്ള സാഹചര്യവും അവർക്ക് അനുകൂലമായി ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ കച്ചവടം നടത്തുന്ന കടകളാണെങ്കിൽ അവിടെ ലൈസൻസ് എടുത്തുകൊണ്ട് കച്ചവടം നടത്തുന്നതാണ്. അവർക്ക് പോലും ഈ ഫുട്പാത്തിൽ കച്ചവടം നടത്താനുള്ള അവകാശമില്ല. അത് അവർ കയ്യേറി ചെയ്യുന്നത് തന്നെയാണ്. അത് മാറ്റാൻ നിർദ്ദേശിക്കുന്നു. മാത്രമല്ല ഈ അല്ലാത്ത ചെറുകിട കച്ചവടക്കാർ, ഉന്തുവണ്ടികളിലും മറ്റും കച്ചവടം നടത്തുന്ന ആളുകൾ, അവർക്കും ഇവിടെ ഈ കച്ചവടം അങ്ങനെ നടത്താൻ അനുമതി ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ആ നിർദ്ദേശം പാലിച്ച് അവരെല്ലാം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ശരി, നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.